രഞ്ജിത്തിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമായിരുന്നു 2001 പുറത്തിറങ്ങിയ രാവണപ്രഭു. മോഹൻലാലിന്റെ 1993 ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ദേവാസുര ത്തിന്റെ തുടർച്ചയായി പുറത്തിറങ്ങിയ രാവണപ്രഭു ഒക്ടോബർ 10 റിലീസ് ചെയ്തത്. അഡ്വാൻസ് ബുക്കിംഗിൽ തന്നെ കളക്ഷനുകൾ വാരിക്കൂട്ടിയ ചിത്രം ബോക്സ് ഓഫീസിലും കുതിക്കുമെന്നുറപ്പായിരുന്നു. രാവണപ്രഭുവിനെ ആഘോഷിക്കുന്ന ആരാധകരുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. റിലീസ് ചെയ്ത് 2 ദിവസം പൂർത്തിയാകുമ്പോൾ സിനിമയുടെ കളക്ഷൻ കണക്കുകളാണ് പുറത്തുവരുന്നത്. 1.45 കോടിയാണ് ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബോക്സ് ഓഫീസ് കളക്ഷനിൽ മുന്നിട്ടുനിൽക്കുന്ന കാന്താര ചാപ്റ്റർ 1 ഒഴികെയുള്ള നിലവിലെ എല്ലാ സിനിമകളെക്കാളും മികച്ച പ്രകടനമാണ് ചിത്രം കാഴ്ചവെച്ചത്. ആദ്യഘട്ട കണക്കുകൾ പ്രകാരം രാവണപ്രഭു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനത്തിൽ 70 ലക്ഷം രൂപ നേടി. കോവിഡ് മഹാമാരിക്കിടയിൽ 2022 വീണ്ടും റിലീസ് ചെയ്ത മോഹൻലാലിന്റെ സ്ഫടികം കഴിഞ്ഞാൽ ഒരു റിലീസ് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ആദ്യ ദിന കളക്ഷനാണിത്. ശനി, ഞായർ ദിവസങ്ങളിലെ മികച്ച ബുക്കിംഗ് കണക്കിലെടുക്കുമ്പോൾ ചിത്രം വാരാന്ത്യത്തിൽ 2 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടുമെന്ന് ഉറപ്പാണ്. കേരളത്തിലെ റിലീസ് ചിത്രങ്ങളുടെ ആദ്യ ദിന കളക്ഷനിലെ ആദ്യ 5 സ്ഥാനങ്ങളും മോഹൻലാലിന്റെ സിനിമകൾക്കാണ്. മണിച്ചിത്രത്താഴ്, ഛോട്ടാ മുംബൈ, ദേവദൂതൻ എന്നിവയാണ് ഈ പട്ടികയിലെ മറ്റ് ചിത്രങ്ങൾ. ഇതിനിടയിൽ ചിത്രത്തിന്റെ പുതിയ പോസ്റ്ററിൽ നിന്നും ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേര് ഒഴിവാക്കിയതിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ രാവണപ്രഭു 4K അറ്റ്മോസിൽ എത്തിക്കുന്നത് മാറ്റിനി നൗ എന്ന കമ്പനിയാണ്. വരും ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ ഉയരാനാണ് സാധ്യത.